ആ അനുമതി വാങ്ങിക്കൊണ്ട് ഈ പ്രദേശത്തെ കടം പൂർണ്ണമായി ഓരോ ബാങ്കും എഴുതിത്തള്ളുന്ന നിലപാട് സ്വീകരിക്കുക. അത് നിങ്ങളുടെ ആകെ ബാധ്യതയായിട്ട് വരുന്നത് ദശാംശക്കണക്കിൽ മാത്രമായിരിക്കും. വളരെ ചെറിയ ബാധ്യത മാത്രമേ വരൂ. ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ല. ഈ നിലയിൽ നമുക്ക് ആലോചിക്കാൻ കഴിയും. ഇവിടെ ഉണ്ടായൊരു അനുഭവമുണ്ട്. ഇന്ന് ഒരു ബാങ്കിന് മുന്നിൽ വയനാട് പ്രതിഷേധം നടക്കുന്നുണ്ട്. ഞങ്ങള് ആദ്യഘട്ടത്തില് ഈ ജീവിച്ചിരിക്കുന്നവർക്ക് ക്യാമ്പിലൊക്കെ കഴിയുന്നവര് അവർക്കൊരു ചെറിയ സഹായം എന്ന നിലക്ക് 10,000 രൂപ കൊടുക്കുക. ആകെ സഹായമല്ല അത്. ആദ്യഘട്ടത്തിലുള്ള ഒരു എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് അവരുടേതായ കയ്യിൽ ഒന്നുമില്ലാലോ, കയ്യിലൊന്നുമില്ലാലോ. ഒരു വസ്തു കയ്യിലില്ലാത്തവരാണല്ലോ. അപ്പോ 10,000 രൂപ കയ്യിലിരിക്കട്ടെ എന്നുള്ളൊരു മട്ടിലാണ് സർക്കാർ അതെടുത്തത്. ആ 10,000 കയ്യിലെല്ലാവരും കൊടുക്കുക. നിങ്ങളുടെ മുഖേനയാണല്ലോ, നിങ്ങൾ ഓരോ സ്ഥാപനവും മുഖേനയാണല്ലോ കൊടുക്കുക. അവിടെ ഗ്രാമീൺ ബാങ്കിന്റെ കയ്യിലെത്തിയപ്പോ അവര് ഇപ്പൊ എ എന്ന് പറയുന്ന ആൾക്കാണ് ഇത് കിട്ടേണ്ടതെങ്കിൽ ആ എയുടെ ബാധ്യത എവിടെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ഇടക്കുക. ഞാനതിനെ കുറച്ച് വേറെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇതുപോലൊരു ഘട്ടത്തിൽ യാന്ത്രികമായി മാറാൻ ഒരു കാരണവശാലും പാടില്ല. അത് യാന്ത്രികമായ സമീപനത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണെന്നാണ് തോന്നുന്നത്. അപ്പോ നല്ല രീതിയിൽ നേരത്തെ SLGCയുടെ പങ്കിനെക്കുറിച്ച് പറയുമ്പോൾ പ്രകടിപ്പിച്ച വികാരത്തിന്റെ ഭാഗമായി തന്നെ നിന്നുകൊണ്ട് ഈയൊരു ഭാഗം കടം, ആ പ്രദേശത്തുള്ള കടം പൂർണ്ണമായി എഴുതിത്തള്ളുന്ന നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായും നിർദ്ദേശിക്കാനുള്ളത്. മറ്റു കാര്യങ്ങൾ നമുക്ക് സഹകരിച്ച് നീങ്ങാം. അതായത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ സന്നദ്ധരായിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നടപ്പാക്കാനാവും. ഇനി അങ്ങോട്ട് ശേഷിക്കുന്നവരുടെ ജീവിതം ഭദ്രമാക്കാനുള്ള നടപടി നമുക്ക് സ്വീകരിച്ചു പോകാം. ഇതാണ് വളരെ ചുരുക്കത്തിൽ നിങ്ങളുടെ മുന്നിൽ എനിക്ക് വെക്കാനുള്ള അഭ്യർത്ഥന. ഇത് അംഗീകരിച്ച് കിട്ടുന്നതിന് SLGC എന്ന നിലക്കും ഇവിടെ പങ്കെടുക്കുന്ന റിസർവ് ബാങ്കിന്റെയും നബാർഡിന്റെയും പ്രതിനിധികളെന്ന നിലക്കും ആവശ്യമായ എല്ലാ ഇടപെടലും നടത്തണമെന്നുകൂടിയാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ഇത്രയും എനിക്ക് പറയാൻ. നമസ്കാരം. മുഖ്യമന്ത്രി കാണുകയായിരുന്നു ബാങ്കേഴ്സ് സമിതി, ബാങ്കിലെ ഉന്നത ഉദ്യോഗസ്ഥരെ, അവരെ സഹായിക്കണം, ദുരന്തബാധിതരെ സഹായിക്കണം എന്ന ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു കാര്യമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ബാങ്ക് മേധാവികളുടെ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമാണ് താനും. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.